നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. സങ്കീർത്തനങ്ങൾ 103 അധ്യായം 13 തിരുവചനം. As a father has compassion for his children, so the Lord has compassion for those who fear him. Book of Psalms, chapter 103, verse 13. സ്നേഹം നിറഞ്ഞവരെ, മനുഷ്യർക്ക് എന്തെങ്കിലും അനുകമ്പയും സഹതാപവും ഒക്കെ തോന്നുക തൻ്റെ കൂടപ്പിറപ്പാണെന്നും തൻ്റെ കൂടെയുള്ളതാണെന്നൊക്കെ ഒരു ചിന്ത വ്യക്തികളെ പറ്റി വരുമ്പോഴാണ് എന്ന് നമുക്കറിയാം. അത് അത്തരത്തിൽ തന്നെ ദൈവികമായ കാര്യങ്ങളിലേക്ക് ഒന്ന് ചേർത്ത് വയ്ക്കാൻ സങ്കീർത്തകൻ ആഗ്രഹിക്കുകയാണ്. പിതാവിന് മക്കളോടെന്ന പോലെ തന്നെ ആണ് ദൈവഭക്തരോട് ദൈവത്തിനുള്ള ആ കാരുണ്യം അല്ലെങ്കിൽ അവിടുന്ന് തോന്നുന്ന അലിവ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം നമ്മുടെ ഒത്തിരിയേറെ കൃപകളിലേക്ക് നയിക്കുന്നത് തീർച്ചയാണ്. അവിടുന്ന് കാണിക്കുന്ന അലിവിനും അവിടുന്ന് കാണിക്കുന്ന സ്നേഹത്തിനും അവിടുന്ന് കാണിക്കുന്ന കാരുണ്യത്തിനും നന്ദിയുള്ളവരായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേകിച്ച് ഈ തിരുവചനത്തിൻ്റെ വലിയ അഭിഷേകം ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ സുദിനത്തിൽ നമുക്ക് നമ്മുടെ ചുവടുകൾ വയ്ക്കാം. നമ്മുടെ ജീവിത വഴികളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഏർപ്പെടുന്ന ജോലികളെല്ലാം കർത്താവ് വലിയ അനുഗ്രഹം കാണിക്കട്ടെ. കർത്താവിൻ്റെ അലിവും സ്നേഹവും അനുഭവിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. ആമേൻ. ഈശോ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ അലിവിനും കാരുണ്യത്തിനുമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ സമർപ്പിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധാമ്മയുടെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും സഹായവും നമുക്ക് ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.